ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. വലിയ വാർത്തയായിരുന്നു ഇന്ന്. വിചാരണ പോലും ആരംഭിക്കാതെ 5 വർഷത്തിലേറെയായി ജയിലിലാണെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും പ്രഥമദൃഷ്ട്യാ പങ്കുണ്ടെന്ന് വ്യക്തമാക്കിയാണ് ജാമ്യം നിഷേധിച്ചത്. വിചാരണ വൈകുന്നത് ജാമ്യം ലഭിക്കുന്നതിനുള്ള കാരണമല്ല എന്നും വ്യക്തമാക്കുന്നു കോടതി. ഇരുവർക്കുമെതിരെയുള്ള UAPA കേസ് നിലനിൽക്കുമെന്നും കോടതി പറയുന്നു. കൃത്യമായി തന്നെ നമുക്ക് ഗ്രാഫിക്സിന്റെ സഹായത്തോടു കൂടെ തന്നെ നമുക്ക് നോക്കാം കോടതി വിധിയിൽ എന്താണ് പറയുന്നത്. നോക്കൂ, 2020 കേസിന്റെ ആ ഒരു മെറിറ്റിലേക്ക് ഞാൻ പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ്. അതായത് 2020 പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നടന്ന കലാപത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന കുറ്റം ചുമത്തിയാണ് ഡൽഹി പോലീസ് ഉമർ ഖാലിദിനെയും ഷർജിൽ ഇമാമിനെയും അറസ്റ്റ് ചെയ്ത് UAPA ചുമത്തുന്നത്. ഇരുവരുടെയും ജാമ്യാപേക്ഷ 2022 മുതൽ കോടതിയിലാണ്. ഡൽഹി കലാപത്തിൽ 50 പേർ കൊല്ലപ്പെടുകയും 700-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അറസ്റ്റിലായ പ്രതികൾ കലാപത്തിന്റെ മുഖ്യ ആസൂത്രകരാണ് എന്നാണ് പോലീസ് ആരോപിക്കുന്നത്. ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടായെന്നാണ് വിചാരണ കോടതി പറയുന്നത്. സുപ്രീം കോടതി പറയുന്നത് ഇങ്ങനെയാണ്. അതായത് വിചാരണ വൈകുന്നു എന്നത് ജാമ്യത്തിന് ന്യായീകരണമല്ല എന്നാണ് കോടതി പറയുന്നത്. മറ്റൊരു കാര്യം കോടതി പറയുന്നത് ഇങ്ങനെയാണ്. പ്രത്യയശാസ്ത്ര അടിസ്ഥാനത്തിൽ കോടതിക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നാണ് കോടതി പറയുന്നത്. മറ്റൊരു കാര്യം കൂടെ കോടതി പറയുന്നു. വസ്തുതകളെയാണ് കോടതി അടിസ്ഥാനമാക്കുന്നത്. അതുമാത്രമല്ല, വിചാരണ വേഗത്തിലാക്കണം എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏത് തലത്തിലുള്ള ഒരു വിചാരണ നടപടികൾ അല്ലെങ്കിൽ കോടതിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഡി ധനുസുമോദ് പറയും ഡൽഹിയിൽ. അജി കുഞ്ഞുമോൻ, ഇന്നത്തെ ജാമ്യവിധി വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ഉൾപ്പെടെയുള്ളവരും അവരുടെ ബന്ധുക്കളും അവരെ പിന്തുണച്ച മനുഷ്യാവകാശ പ്രവർത്തകരും കാത്തിരുന്നത്. അതിന് പ്രധാനമായും പല കാരണങ്ങൾ നമുക്ക് നിരത്താൻ കഴിയും. കാര്യം 5 വർഷത്തിലേറെയായി ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കഴിയുകയാണ്. വിചാരണ ഇതുവരെ നടപടികൾ ആരംഭിച്ചിട്ടില്ല. മാത്രമല്ല, അവരുടെ വാദമുഖങ്ങൾ ഉണ്ടായിരുന്നത് കപിൽ സിബൽ ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകർ സുപ്രീം കോടതിയിൽ വാദിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയത് ഈ ഡൽഹി കലാപ ഗൂഢാലോചന കേസിലാണ് ഇവർ പ്രതിയെങ്കിൽ പോലും ഈ ഡൽഹി കലാപം നടക്കുന്ന ഈ സമയത്ത് 2020 ഫെബ്രുവരി 22, 23, 24 തീയതികളിലൊന്നും ഈ ഉമർ ഖാലിദ് അടക്കമുള്ളവർ ഡൽഹിയിൽ ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സ്വാഭാവികമായും ആ തരത്തിൽ ഇവരെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന തെളിവുകളൊന്നും ഹാജരാക്കാൻ ഇവിടെ ഡൽഹി പോലീസിന് കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായും അവർക്ക് അതുകൊണ്ട് ജാമ്യം കിട്ടും എന്നുള്ളൊരു കാര്യം തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഇതുകൂടാതെ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഡിസംബറിലാണ് ഈ വാദം പൂർത്തിയാക്കിയ ശേഷം വിധി പറയാൻ വേണ്ടി മാറ്റിയത്. സാധാരണ ഈ ജാമ്യത്തിനുള്ള ഒരു വാദം നടക്കുമ്പോൾ ഒരു 2-3 മണിക്കൂറുകളാണ് പരമാവധി നടക്കാറുള്ളത്. അങ്ങേയറ്റം പോയാൽ സുപ്രീം കോടതിയിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെയാണെങ്കിൽ ദിവസങ്ങളെടുത്തുള്ള ഒരു വാദങ്ങളാണ് നടത്തിയത്. വാദങ്ങൾ പ്രമുഖരായ മുതിർന്ന അഭിഭാഷകർ അഭിഷേക് മനു സിംഗ്വി, ഇതുകൂടാതെ ദവെ, കപിൽ സിബൽ തുടങ്ങിയ അഭിഭാഷകർ അടക്കമാണ് ഇവിടെ വാദിക്കാനെത്തിയത്. സ്വാഭാവികമായും അവരുടെ വാദങ്ങളെല്ലാം വളരെ കൃത്യതയും മൂർച്ചയുമുള്ള വാദങ്ങൾ തന്നെയായിരുന്നു ഉന്നയിച്ചിരുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും ഈ ഉമർ ഖാലിദിനെ ഈ തരത്തിലുള്ള ഒരു പ്രതിയാണ്, ഇവരുടെ കലാപത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് പോലും ഡൽഹി പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം അഭിഭാഷകർ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് ജാമ്യം ലഭിക്കും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഈ 7 പേരിൽ 2 പേർക്ക് ഒഴികെ ബാക്കി 5 പേർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കാര്യം ഇവർ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഷർജിൽ ഇമാമും ഉമർ ഖാലിദും കുറ്റം ചെയ്തു എന്നുള്ളൊരു ബോധ്യമാണ് സുപ്രീം കോടതിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് നേരിട്ടുള്ള മരണം സംഭവിക്കുക അല്ലെങ്കിൽ നാശനഷ്ടമുണ്ടാക്കുക, ഇതിന് ഉപരിയായിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി രാജ്യത്തിന് സൃഷ്ടിക്കുക, ഒരു അഖണ്ഡതയ്ക്ക് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുക, ഇതെല്ലാം ഒരു തീവ്രവാദത്തിനോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദവുമായി ബന്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്, കുറ്റങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് സുപ്രീം കോടതി നടത്തിയത്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 15 UAPA സെക്ഷൻ 15 വ്യാഖ്യാന പരിധിയിൽ ഇവർ ചെയ്ത കുറ്റങ്ങൾ വരും. ഇവർ
രണ്ടുപേർക്കും നേരിട്ട് ബന്ധപ്പെടുത്താനുള്ള ഒരു തെളിവുകളുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർക്ക് ജാമ്യം നൽകാനാവില്ല എന്നുള്ള ഒരു തീരുമാനം സുപ്രീം കോടതി എടുത്തത്. ഡൽഹി ഹൈക്കോടതി എടുത്ത തീരുമാനം അക്കാര്യത്തിൽ ശരിവെക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ബാക്കി 5 പേരിലേക്ക് പോവുകയാണെങ്കിൽ ഇവർ രണ്ടുപേരെയും കൂടി ചെയ്ത ഒരു കുറ്റത്തിൻ്റെ ഒരു താരതമ്യ തോത് അളന്നു കഴിയുമ്പോൾ താരതമ്യേന ചെറിയ കുറ്റങ്ങൾ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഗുൽഫിഷ, ഫാത്തിമ അടക്കമുള്ള മറ്റു പ്രതികൾ ചെയ്തിരിക്കുന്നത് അത്ര വലിയ ഇവരുടെ ഒരു ചെയ്ത കുറ്റവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഗൗരവമേറിയ ഒരു കുറ്റമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കർശനമായ ഒരു ജാമ്യ വ്യവസ്ഥയോടുകൂടി തന്നെയാണ് അവരെ പുറത്തേക്ക് ഇറക്കി വിടുന്നത്. ആഴ്ചയിൽ 2 വട്ടം പോലീസ് സ്റ്റേഷനിൽ അവർ താമസിക്കുന്നതിൻ്റെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം, പാസ്പോർട്ട് അവിടെ സമർപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ 12 ജാമ്യ വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കുകയാണെങ്കിൽ അവരെ ജയിലിലേക്ക് തിരിച്ചയക്കും എന്നുള്ള ഒരു കാരണം കൂടി പറയുന്നുണ്ട്. ഏതായാലും കൃത്യമായി തന്നെ ധനസുമോദ് ആ വിവരങ്ങളെല്ലാം തന്നെയും ഇന്ന് നടന്ന സംഭവവും കേസിന്റെ സംഭവ വികാസങ്ങളെല്ലാം തന്നെ കൃത്യമായി തന്നെ ധനസുമോദ് പറഞ്ഞു.